പിന്നെ അയാൾ, അതായത് ആ ഒരു വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾക്ക് മാത്രം അയാൾ വരിക, നിങ്ങളുടെ കാര്യങ്ങളൊന്നും അയാൾ കെയർ ചെയ്യുന്നില്ല. നിങ്ങൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു മെൻ്റൽ സപ്പോർട്ട് തരുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒട്ടും കെയർ ചെയ്യാതെയും അതുപോലെ തന്നെ ഒരു താല്പര്യം ഇല്ലാതെയും അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അതൊക്കെ വേറൊരു രീതിയിലാണ് ആ ഒരു പേഴ്സൺ എടുക്കുന്നത്. അതേസമയം അയാൾക്ക് എന്തെങ്കിലും അയാളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങളുടെ എന്ന രീതിയിലാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ തിരിച്ച് നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ ഉള്ളൊരു ബോണ്ടിന് ഭയങ്കര വലിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് മാത്രമായിരിക്കും അങ്ങനെ കാണിച്ചിട്ടുള്ളത്. വെളിയിലുള്ള ആൾക്കാരോടൊക്കെ വളരെ സ്നേഹത്തോടും അതല്ലെങ്കിൽ വളരെ കൂളായിട്ട് ഫ്രീ ആയിട്ടൊക്കെ അയാൾ സംസാരിക്കും. കുറച്ചുകൂടെയൊക്കെ എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഡെപ്തിലൊക്കെ അയാൾ സംസാരിച്ചിട്ടുണ്ട്, സീരിയസ് ആയിട്ടും കുറച്ച് ഗൗരവത്തോടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. പക്ഷെ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ മാത്രമാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ ഒരു ഡിസ്റ്റൻസ് അല്ല, ഒട്ടും കെയർ ചെയ്യാത്ത രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷനൊന്നും ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളും സംസാരിക്കുമ്പോഴും നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് തന്നെ സംശയം തോന്നിയിട്ടുണ്ട്, ഈ ഒരു വ്യക്തി പറയുന്നത് സത്യമാണോ അതോ കള്ളമാണോ എന്നൊക്കെ. അതുപോലത്തേക്ക് ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ എന്താ പറയുക, പറ്റിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളും പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ബന്ധം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുക മാത്രമല്ല, ചിലപ്പോൾ അയാൾക്ക് തേർഡ് പാർട്ടി കണക്ഷൻസ് കാണും. ചിലപ്പോൾ അത്ര വലിയ സീരിയസ് ആയിട്ട് ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ ഒരു ആരെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ അയാളുടെ ലൈഫിൽ വന്നു പോയിക്കൊണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനത്തേക്ക് ഒരു റിലേഷൻഷിപ്പൊക്കെ അയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ, അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഭയങ്കര പ്രതീക്ഷയിലാണ് വന്നതും അയാളും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും പറഞ്ഞുകൊണ്ടിരുന്നതും. പക്ഷേ പതുക്കെ ആയപ്പോൾ അയാളുടെ പതുക്കെ അല്ല, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അയാൾ ഒട്ടും അതായത് നമ്മളോടൊരു സീരിയസ്നെസ് അല്ലെങ്കിൽ ഒരു ഈസി ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് കാണും അയാളുടെ ഒരു ക്യാരക്ടർ അതാണ്, എല്ലാവരോടും അതുപോലെ തന്നെ ആയിരിക്കും, അങ്ങനത്തെ ഒരു നേച്ചറാണ് അയാളുടെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് നിങ്ങൾ ഫസ്റ്റ് ഓർത്തത്. പിന്നെ ഓരോ സമയങ്ങളിൽ വരുന്തോറും നിങ്ങൾക്ക് മനസ്സിലായത് എന്നോട് മാത്രമാണ് കാണിക്കുന്നത്, മറ്റുള്ളവരോട് അങ്ങനെയല്ല. മറ്റുള്ളവരോടും ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടും അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഫാമിലിയിലുള്ളവരോടൊക്കെ കൊണ്ട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലോടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മാറി നിന്ന് വാച്ച് ചെയ്യാറുണ്ട്.